അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ജീവിതത്തിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ദൗത്യമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യലാണ്. ഈ ഭൂമിയിലെ ജീവിതം പ്രവർത്തിക്കാനുള്ള അവസരമാണ്. ഒരു പന്ത് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങിയതുപോലെയുള്ള ഒരു മൈതാനമാണ് യഥാർത്ഥത്തിൽ ദുനിയാവ്. അതിന് ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. ആ വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കളി അവസാനിച്ചു. അതുപോലെയാണ് ഈ ഐഹിക ജീവിതമെന്ന് പറയുന്നത് മത്സരിക്കാനും പ്രവർത്തിക്കാനുമുള്ള വേദിയാണ്. ഈ സമയം തീരുന്നതിന് മുമ്പ് ലക്ഷ്യം നേടിയെടുക്കുക. അതുകൊണ്ട് തന്നെ അലസനായി മടിയനായി കളിക്കുന്ന ഒരാളെ അതിൻ്റെ ആളുകൾ സ്വീകരിക്കുകയില്ല. കാരണം അയാളെ കൊണ്ട് ലക്ഷ്യം നേടാൻ കഴിയില്ല. എന്നതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവ് നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ഒരു മത്സര ബുദ്ധിയോടുകൂടിയായിരിക്കണം ജീവിതത്തെ കാണേണ്ടത്, ജീവിതത്തിലെ നിമിഷങ്ങളെ കാണേണ്ടത്, അവസരങ്ങളെ കാണേണ്ടത്. അപ്രകാരമായിരുന്നു പ്രവാചകന്മാർ. നിങ്ങൾ നോക്കൂ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്തേക്ക് വിളിക്കുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ അനുയായികളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിക്കുന്ന സന്ദർഭം. അപ്പോൾ അനുയായികളെയും കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ മൂസാ നബിയെ മാത്രമാണ് കാണുന്നത്. അള്ളാഹുവിനറിയാം, അള്ളാഹു കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ്? വമാ അജലക അൻ ഖൗമിക യാ മൂസ. ഓ മൂസ, അനുയായികളെയും കൊണ്ട് വരാനല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങളെന്താണ് മുന്നിൽ വന്നത്? അപ്പോൾ എന്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി? ഖാലഹും ഉലാഇ അലാ അസരി. അള്ളാഹുവേ, അവർ പിറകിൽ തന്നെയുണ്ട്. വ അജിൽതു ഇലൈക റബ്ബി ലിതർളാ. അള്ളാഹുവേ, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ തിരക്ക് കൂട്ടി വന്നതാണ്, ഞാൻ വേഗം ഇങ്ങ് പോന്നു. അതാണ്, അതിൽ നിന്നൊരുപാട് പാഠങ്ങളുണ്ട്. അഥവാ ഏറ്റവും പിറകിൽ വരുന്നവരായി നമ്മൾ മാറരുത്, ഏറ്റവും മുന്നിലെത്തുന്നവരായി നമ്മൾ മാറണം. നന്മയിൽ മുന്നിലെത്തുക. അലസതയും മടിയും കാണിച്ച് സൽക്കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഭാരമേറിയ എന്തോ ആണ് എന്ന് കരുതി ഒരു നന്മയിലേക്ക് ക്ഷണിച്ചാൽ അലസരും മടിയരുമായി നാം എത്തുന്നു. എന്നാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ കുളിച്ചൊരുങ്ങി നേരത്തെ തന്നെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. പിശാച് നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ്. ദുനിയാവിന് വേണ്ടി ഏറ്റവും മുന്നിലെത്തുന്നു നമ്മൾ. അതിനുവേണ്ടി എത്രയും നേരത്തെ എഴുന്നേൽക്കാം, അതിനുവേണ്ടി എത്രയും ദൂരം യാത്ര ചെയ്യാം, എത്ര മുന്നിലും എത്താൻ മത്സരിക്കാം. മുസാബക്ക, മത്സരം ദുനിയാവിൻ്റെ കാര്യത്തിലാണ്. ദുനിയാവിലെ പരീക്ഷയുടെ പേര് പറഞ്ഞ് ദീൻ ഒഴിവാക്കുന്നവരെ ധാരാളമായി നാം കാണുന്നു. കാരണം ദുനിയാവിലെ നിസ്സാരമായ ചില ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് മുൻഗണന, ദീനീ പഠനത്തിന് മുൻഗണനയില്ല. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, റബ്ബേ, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ തിരക്ക് കൂട്ടിയതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെയായിരുന്നു. ഒരു അസർ നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടമാണ് വീട്ടിലേക്ക്. ഹദീസിൽ കാണാം, ഫഫസിഅൻ നാസു മിൻ സുറഅതിഹി. നബിയുടെ ധൃതി കണ്ടിട്ട് ജനങ്ങളൊക്കെ പേടിച്ചുപോയി. കാരണം നമസ്കാരം സലാം വീട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. ജനങ്ങൾ പേടിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് മനസ്സിലായി, അൻ ഖദ് അജിബൂ മിൻ സുറഅതിഹി. നബിയുടെ തിരക്ക് കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടെന്ന് റസൂലുള്ളാഹിക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദക്കർതു ഷൈഅൻ മിൻ തിബിരിൻ ഇൻദി. എൻ്റെ അടുക്കൽ സദഖയുടെ കുറച്ച് സ്വർണ്ണമുള്ളത് എനിക്ക് ഓർമ്മയായി. കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അല്പം ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അല്പം ബാക്കിയുണ്ട്. ഫകരിഹ്തു അൻ യഹ്ബിസനി ഫഅമർതു ബിഖസ്മിഹി. അത് എന്നെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ പോകുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുമോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതുകൂടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഏർപ്പാടാക്കിയിട്ട് വരികയാണ്. നോക്കൂ, അസർ നമസ്കരിച്ച് സലാം വീട്ടി ഓടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഓർക്കാണ്, അല്പം സദഖയുടെ സ്വർണം വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്നെ പിടിച്ചു വെക്കും. എന്താണ്? അൻ യഹ്ബിസനി, പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഞാനതിൽ
സാവകാശം കാണിച്ചാൽ എൻ്റെ സ്വർഗപ്രവേശനം സാവകാശമായി തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിക്കുക. എന്നാൽ ചില ആളുകളോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദക്ക ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊന്ന് ആലോചിക്കണം, പിന്നെ അത് കഴിഞ്ഞ് വേറെ വീട്ടിലൊന്ന് ആലോചിക്കണം, അത് കഴിഞ്ഞ് കൂട്ടുകാരോട് ആലോചിക്കണം, അവസാനം ആ സദക്കയുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. നന്മയുടെ ഒരു അവസരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ആലോചനയാണ്. ദുനിയാവിൻ്റെ കാര്യം അപ്പോൾ തന്നെ കാർഡ് എടുക്കുന്നു, ATM കാർഡ് എടുക്കുന്നു, ആ കാർഡ് എടുക്കുന്നു, ഈ കാർഡ് എടുക്കുന്നു, കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു വാങ്ങി ലക്ഷങ്ങൾ വിലമതിക്കുന്നതായിരിക്കും, ഒരു പ്രയാസമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു 10 ദിർഹംസ്, ഒരു 100 ദിർഹംസ് ചെലവഴിക്കാൻ പറഞ്ഞാൽ ഒരുപാട് ആലോചിക്കുകയാണ്. എന്തോ ഭാരമേറിയ ഒരു കാര്യമാണ് ചോദിച്ചത് എന്നതുപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ധൃതി നോക്കൂ നിങ്ങൾ. സ്വാലിഹീങ്ങൾ അങ്ങനെയായിരുന്നു എന്നാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 114 വിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നു, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, പുണ്യങ്ങളിൽ മത്സരിച്ച് മുന്നേറുന്നു എന്നാണ്. മുസാറഅത്ത് എന്ന് പറഞ്ഞാൽ ധൃതി വെക്കലാണ്, തിരക്ക് കൂട്ടലാണ്. അങ്ങനെയായിരുന്നു അവർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹദീദ് 21, സാബിഖൂ, നിങ്ങൾ മത്സരിക്കൂ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിനു വേണ്ടിയും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിക്കാനാണ് പറയുന്നത്. അഥവാ മറ്റൊരാൾ എൻ്റെ മുന്നിൽ കടക്കുന്നതിനെ ഇഷ്ടപ്പെടാതിരിക്കലാണല്ലോ മുസാബക്കയുടെ ഒരു പ്രത്യേകത. 5 കുട്ടികൾ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത ഓരോ കുട്ടി എന്താ വിചാരിക്കുക? എൻ്റെ മുന്നിൽ ആരും കടക്കരുത്, അവർ നന്നായി ഓടിക്കോട്ടെ, പക്ഷേ എൻ്റെ മുന്നിൽ ആരും കടക്കരുത്. ഇതാണ് ഓരോ കുട്ടിയും ചിന്തിക്കേണ്ടത്. ഇതിനാണ് മുസാബക്ക എന്ന് പറയാം, ഇതിനാണ് മത്സരം എന്ന് പറയാം. ഞാൻ ആദ്യമാവണമെന്ന് ചിന്തിക്കലാണ്, ഞാൻ അവസാനക്കാരനാവണമെന്ന് ചിന്തിക്കൽ മുസാബക്കയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ മത്സരിക്കുക. എന്തിനു വേണ്ടി? ചെറിയൊരു ട്രോഫി, കഴുത്തിൽ എന്തെന്ന് ഇടുക, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ്, ഒരു സോപ്പ് വെട്ടി, അതിനൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ലാഹു പറയാണ് മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കേണ്ടത് ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ എന്ന് പറഞ്ഞില്ലേ? പ്രവർത്തിക്കുന്നവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കട്ടെ. ഫല്യതനാഫസിൽ മുതനാഫിസുൻ, മത്സരിക്കുന്നവർ ഈ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തിന് വേണ്ടി മത്സരിക്കാനാണ് പറയുന്നത്. അവിടെ എത്താൻ എന്ത് വില കൊടുത്തും നിങ്ങൾ ധൃതിപ്പെടൂ എന്നാണ് പറയുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 133 ഇതേ കാര്യം പറയുന്നു, വേർഡ് വ്യത്യാസമുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും മത്സരിച്ച് മുന്നോട്ട് വരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ നോക്കൂ, സ്വഹാബികൾ അങ്ങനെയായിരുന്നു. ഇമാം ബുഖാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിമും എല്ലാം അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖൈബർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പിറ്റേന്ന് രാവിലെയാണ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ല ഉഅ്തിയന്ന റായത ഗദൻ, നാളെ രാവിലെ യുദ്ധമുഖത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന കൊടി, ഈ കൊടി ഞാൻ ഒരു റജുലിൻ്റെ കയ്യിൽ കൊടുക്കും. റജുലൻ, ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഞാൻ ഈ കൊടി കൊടുക്കുക. യുഫ്തഹു അലാ യദൈ, ആ വ്യക്തിയുടെ കൈകളിലൂടെ അള്ളാഹു വിജയം നൽകും ഈ സൈന്യത്തിന്. ഇനി ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുല്ലാഹു വറസൂലുഹു, ആ വ്യക്തിക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനും റസൂലിനും ആ വ്യക്തിയെയും ഇഷ്ടമാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിഫത്ത് എന്താണ്? അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമുള്ളൊരു മനുഷ്യൻ, അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. അങ്ങനെ ഒരാളുടെ കൈകളിൽ ഞാൻ നാളെ ഈ കൊടി കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ്, അവർ കളവ് പറയുന്നവരല്ല, അക്ഷരാർത്ഥത്തിൽ അവർ പറയാണ്, ഫബാത്തന്നാസു ലൈലതഹും, ഇത് കേട്ട മുഴുവൻ ആളുകളും അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് ഉറക്ക് കിട്ടുന്നില്ല. എന്താ ഉറക്ക് കിട്ടാത്തത്? കൊതുക് അടിച്ചിട്ടോ അതേപോലുള്ള ചൂടെടുത്തിട്ടോ ഒന്നുമല്ല. പിന്നെ എന്താ ചിന്ത? അയ്യുഹും യുഅ്താ, ഈ കൊടി ആർക്കാണ് കിട്ടുക? എല്ലാവരും ആഗ്രഹിക്കുകയാണ് എനിക്ക് കിട്ടണം. കാരണം വല്ലാത്തൊരു സിഫത്താ പറഞ്ഞത്. അള്ളാഹുവും റസൂലും സ്നേഹിക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അത് കൃത്യമാണ്, അത് ഞാനായിരിക്കണമെന്ന് ഓരോ ആളുകളും ആഗ്രഹിക്കുകയാണ്. ഫഗദൗ കുല്ലുഹും യർജൂ, എല്ലാവരും ആ കൊടി കിട്ടാൻ ആഗ്രഹിച്ചു എന്നാണ്. കാരണം ഇത് യുദ്ധത്തിന് പോകുമ്പോൾ കൊടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല.
ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് മെല്ലെ വലിയാം എന്നല്ല ചിന്തിച്ചത്, മെല്ലെ പിറകോട്ട് പോവാം, കാരണം ഇത് മുന്നിൽ നിൽക്കേണ്ട കാര്യമാണ്. അങ്ങനെയല്ല ചിന്തിച്ചത്. എല്ലാവരും ആഗ്രഹിക്കുകയാണ് എൻ്റെ കൈകളിൽ കിട്ടണം. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ കാണാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാ അഹ്ബബ്തുൽ ഇമാറത ഇല്ലാ യൗമഇദിൻ, ഒരു നേതൃത്വ സ്ഥാനം കിട്ടണം അന്നല്ലാതെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു ഇമാറത്ത് മുന്നിൽ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഈ വിഷയത്തിലല്ലാതെ. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, അതെനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതും ഇമാറത്തിന് വേണ്ടിയല്ല, ഈ സിഫത്തുള്ള ആളുകളിൽ ഉൾപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതാണ് മുസാബഖ എന്ന് പറയുന്നത്, അതിനാണ് മത്സരം എന്ന് പറയുന്നത്. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സന്ദർഭം ഹദീസിൽ കാണാം, ഫസഇദ الرجال والنساء فوق البيوت وتفرق الغلمان والخدم في الطرق ينادون يا محمد يا رسول الله يا محمد يا رسول الله. ഹിജ്റ പോവാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ ഏകദേശം എത്താൻ സമയമായി എന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോൾ കുട്ടികളും ജനങ്ങളുമൊക്കെ ചിലരൊക്കെ വീടിൻ്റെ മേലെ കയറി, മറ്റു ചിലർ വഴികളിൽ മുഴുവൻ തടിച്ചുകൂടി. റസൂലുള്ള അങ്ങനെ വരികയാണ്. അവർ വിളിക്കുകയാണ്, യാ മുഹമ്മദ് യാ റസൂലല്ലാ, നബിയേ റസൂലേ നബിയേ റസൂലേ. എന്തിനാണ് ഈ വിളിക്കുന്നത്? ഹദീസിൽ കാണാം, ഫഖദിംനൽ മദീനത ലൈലൻ ഫതനാസഉ അയ്യുഹും യൻസിലു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിനെ സൽക്കരിക്കാൻ ആർക്കാണ് അവസരം? അതാണ് അവർ ചിന്തിക്കുന്നത്. എൻ്റെ വീട്ടിൽ എല്ലാവരും നബിയെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൻസിലു അലാ ബനി നജ്ജാരി അഖ്വാലി അബ്ദുൽ മുത്തലിബി ഉക്രിമുഹും ബിദാലിക്. അബ്ദുൽ മുത്തലിബിൻ്റെ പിതൃ സഹോദരികളായ അവരുടെ കുടുംബക്കാരവിടെ ഉണ്ട്, ഞാൻ അവരിൽ ഒരാളുടെ വീട്ടിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. പക്ഷേ എല്ലാ സഹാബികളും ആഗ്രഹിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ ഒഴിവാക്കാം എന്നല്ല, അള്ളാഹുവിൻ്റെ റസൂലിനെ ഞങ്ങൾക്ക് കിട്ടണം, അങ്ങനെ ഞങ്ങൾ മുൻപന്തിയിലാകണമെന്നുള്ളൊരു മുസാബഖ സ്വഹാബത്തിനിടയിലുണ്ടായിരുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മസ്ജിദുൻ നബവി കെട്ടിപ്പടുക്കുകയാണ്. അങ്ങനെ മസ്ജിദുൻ നബവി കെട്ടിപ്പടുക്കുമ്പോൾ കുന്ന നഹ്മിലു ലബിനതൻ ലബിന. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊക്കെ ഓരോ ഇഷ്ടികയാണ് എടുക്കുന്നത്. ലബിന എന്ന് പറഞ്ഞാൽ ഇഷ്ടിക അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടുള്ള നിർമ്മാണമാണ്. ഞങ്ങളെല്ലാവരും, എത്ര സ്വഹാബികളുണ്ട്, കരുത്തന്മാരുണ്ട്, എല്ലാവർക്കും ഓരോ കല്ലുകളാണ് എടുക്കാൻ പറ്റുന്നത്. എന്നാൽ അമ്മാറുബിന് യാസിർ റളിയല്ലാഹു അൻഹു യഹ്മിലു ലബിനതൈൻ, 2 കല്ലുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. വലിയ ഭാരമുള്ള കല്ലുകളാണ്, എല്ലാവരും ഓരോന്ന്. പക്ഷേ അദ്ദേഹം ഈ 2 കല്ലുകളാണ് എടുത്ത് തൻ്റെ തോളിൽ വെച്ചിട്ടുള്ളത്. ഫറആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ കാണാണ്. ഫജഅല യൻഫുലു തുറാബ അൻ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പൊടി ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട്, കാരണം കല്ലിങ്ങനെ വഹിക്കുകയാണല്ലോ, ശരീരത്തിലൊക്കെ മണ്ണായിട്ടുണ്ട്. ആ മണ്ണൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തിരുകൈകൾ കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് പറയാണ്, യാ അമ്മാർ, ഓ അമ്മാർ, അലാ തഹ്മിലു ലബിനതൻ കമാ യഹ്മിലു അസ്ഹാബുക്. താങ്കളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരൊക്കെ ഓരോ ഇഷ്ടികയല്ലേ എടുക്കുന്നത്, താങ്കൾക്കും ഒന്നെടുത്താൽ പോരെ, എന്തിനാണ് 2 എടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി? ഇന്നി ഉരീദുൽ അജ്റ മിനല്ലാഹ്, എനിക്ക് കൂടുതൽ പ്രതിഫലം അള്ളാൻ്റെ അടുത്ത് നിന്ന് കിട്ടണം നബിയെ, എൻ്റെ നിയ്യത്ത് അതാണ്, എനിക്ക് കൂടുതൽ കിട്ടണം, അതുകൊണ്ട് 2 കല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിട്ടില്ല. നമ്മളൊക്കെ എങ്ങനെ മറ്റുള്ളവരൊക്കെ എടുക്കട്ടെ, ഇങ്ങനെ മെല്ലെ വലിഞ്ഞു നിൽക്കല്ലേ ചെയ്യുന്നത്? അങ്ങനെയല്ല വേണ്ടത്. ദീനിൻ്റെ കാര്യത്തിൽ, മസ്ജിദുകൾ നിർമ്മിക്കുന്നതിൽ, അത് പണം കൊണ്ടാണെങ്കിൽ എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് എന്നല്ല. എല്ലാവരും 100 ആണോ കൊടുക്കുന്നത്, ഞാൻ 200 കൊടുക്കും. എല്ലാവരും 1 സെൻറ്റാണോ, ഞാൻ 2 സെൻറ്റ് കൊടുക്കും. അതിനൊരു മുസാബക്കത്തിൻ്റെ മനസ്സ് വരണം. അത് സ്വർഗം അത്രയും അതുല്യമായ ഒന്നാണെന്നുള്ളത് മനസ്സിലേക്ക് അങ്ങോട്ട് പതിയണം. ജീവിതം നിസ്സാരമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പോഴേ നമുക്ക് ഈ മത്സര ബുദ്ധി വരികയുള്ളൂ. എല്ലാം മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് കാത്തിരിക്കുന്നവർ യഥാർത്ഥത്തിൽ അബദ്ധമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹാബികൾക്കുണ്ടായിരുന്ന സങ്കടങ്ങൾ പലപ്പോഴും മറ്റുള്ള സഹാബികൾ ഞങ്ങളുടെ മുന്നിലെത്തുന്നുണ്ടോ എന്ന ബേജാറായിരുന്നു സഹാബികൾക്ക് പലപ്പോഴും ഉണ്ടായിരുന്നത്. പണത്തിലുള്ള ബേജാർ അവർക്കുണ്ടായിട്ടില്ല. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുഹാജിറുകളിൽപ്പെട്ട ഫക്കീറുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ദഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം, സ്വർഗത്തിലെ ഉന്നതമായ ദറജകളും
ശാശ്വതമായ സുഖാനുഗ്രഹങ്ങളും പണക്കാർ കൊണ്ടുപോയല്ലോ നബിയേ. അവരുടെ ബേജാർ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴാണ് അവർ പറയുന്നത്, യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം വയതസദ്ദഖൂന വലാ നതസദ്ദഖ് വയുതിഖൂന വലാ നുതിഖ്. ഞങ്ങൾ നമസ്കരിക്കുന്നു, അവർ നമസ്കരിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു, അവർ നോമ്പ് നോൽക്കുന്നു. പക്ഷേ ഞങ്ങളടുത്ത് പണമല്ല, അവരുടെ കയ്യിൽ പണമുണ്ട്, അവർ സദഖ ചെയ്യുന്നു. അതേപോലെ തന്നെ അവർ അടിമകളെ മോചിപ്പിക്കുന്നു. പക്ഷേ ഇതിനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പം ഞങ്ങൾ പിറകിലായി പോകുമോ? ഇതാണ് ആ സങ്കടം. ഞങ്ങൾ ബാക്കിലായി പോകുമോ എന്ന സങ്കടമാണ് അവർക്ക്. ദുനിയാവിൽ പൈസ ഇല്ലാത്തതിൻ്റെ സങ്കടമല്ല, ദറജാത്തുൽ ഉലയെക്കുറിച്ചാണ് പറയുന്നത്, നഈമുൽ മുഖീമിനെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിൽ അവർ മുന്നിലായി പോകുമല്ലോ നബിയേ, ഇതായിരുന്നു സങ്കടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അഫലാ ഉഅല്ലിമുക്കും ഷൈഅൻ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്താണ്? തുദ്രികൂന ബിഹി മൻ സബഖക്കും, നിങ്ങളുടെ മുന്നിൽ കടന്നു പോയ ആളുകളില്ലേ, അവരുടെ ഒപ്പം എത്താൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. അപ്പോൾ വിഷയം എന്താണ്? ചിലർ മുന്നിലാണ്, ഞങ്ങൾ ബാക്കിലാണ്, അവരുടെ അടുത്തെത്തണം. ഇതാ വിഷയം. അത് നബിക്കറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വതസ്ബിഖൂന ബിഹി മൻ ബഅദക്കും, നിങ്ങൾക്ക് ശേഷമുള്ളവരെക്കാളും നിങ്ങൾക്ക് മുന്നിലെത്താം, ഇപ്പോൾ മുന്നിലെത്തിയവരെക്കാളും മുന്നിലെത്താം, അല്ലെങ്കിൽ അവരുടെ കൂടെയാകാം. വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും, നിങ്ങളെപ്പോലെ ശ്രേഷ്ഠതയുള്ള ആളുകൾ വേറെ ഉണ്ടാവില്ല, നിങ്ങൾ ചെയ്തതുപോലെ ചെയ്തെങ്കിലല്ലാതെ. എന്നിട്ട് എന്താ പറഞ്ഞു കൊടുത്തത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുസബ്ബിഹൂന വ തുകബ്ബിറൂന വ തഹ്മദൂന ദുബറ കുല്ലി സ്വലാത്തിൻ 33 മറ. ശരിക്കും ശ്രദ്ധിക്കുക, അതിലൊരുപാട് പോയിന്റുകളുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താ പറഞ്ഞു കൊടുത്തത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ എല്ലാ നമസ്കാര ശേഷവും പറയുക. പിന്നെ തമാമുൽ മിഅ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വമ്പിച്ച ഫളിലുള്ള ദിക്റുകളാണിത്. നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നവർക്കതില്ല. ഇത് ചൊല്ലാനുള്ള സാവകാശം കാണിച്ച് ഈ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ സദഖ ചെയ്യുന്നതിനേക്കാളും അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ അടുത്തെത്താൻ പറ്റുന്നത്. അഥവാ അടിമകളെ മോചിപ്പിച്ചവരുടെ കൂടെ എത്താൻ പറ്റും, ധാരാളം സദഖ ചെയ്യുന്ന ആളുകളുടെ കൂടെ എത്താൻ പറ്റും. ഈ തസ്ബീഹുകൾ, തക്ബീറുകൾ ചെല്ലാൻ വേണ്ടി പറയാണ്. എന്നിട്ടോ വിഷയവും പ്രശ്നവും അവിടെ അവസാനിക്കുന്നില്ലല്ലോ. എന്താണ്? ഇവരിങ്ങനെ ചൊല്ലുന്നത് കാണാൻ ആര്? പൈസക്കാർ. നിസ്കാരത്തിന് ശേഷം അതുവരെ കാണാത്ത ഒരു 33 തവണ. അവർ ചോദിച്ചു, ഇതെന്താണ്? പിന്നെ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു കൊടുത്തു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് അടുത്ത വക്ത് മുതൽ അവർ വിടുമോ? അവർ പുറകിലാവാൻ ആഗ്രഹിക്കുമോ? അവരാരും പറഞ്ഞില്ല ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ആനുകൂല്യ റസൂല് തന്നാണ്, സദഖ ചെയ്യുന്ന അടിമകളെ മോചിപ്പിക്കുന്ന, നിങ്ങളിത് ചെല്ലാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പിന്നെ ഞങ്ങൾക്കതൊക്കെ മതി, ഈ ദിക്ർ നിങ്ങളടുത്തോളൂ, അങ്ങനെ നമുക്ക് ഒരുമിക്കാം എന്നവർ പറഞ്ഞോ? ഇല്ല. സാബിഖൂ ഇലാ മഗ്ഫിറ വസാരിഉ ഇലാ മഗ്ഫിറ. ഞാൻ മുമ്പേ എന്ന് വിചാരിക്കുന്ന സഹാബികൾ വിട്ടുകൊടുത്തില്ല, അവരും ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഇത് കേട്ട മറ്റു സഹാബികൾ അടങ്ങി നിൽക്കുമോ? ഇല്ല, അവർ വീണ്ടും നബീൻ്റെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ സഹാബികൾ? എന്താണ് അവരുടെ ആ മനസ്സ്? അവരുടെ അടുക്കൽ എത്താൻ ആഗ്രഹിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും പ്രശ്നം. അവരുടെ അടുക്കൽ എത്തുന്നുണ്ടോ ഇല്ല എന്നുള്ള മറ്റൊരു വിഷയം. പക്ഷേ അവരുടെ അടുക്കൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളത്. അവർ വീണ്ടും നബീൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സമിയ ഇഖ്വാനുന അഹുൽ അംവാലി ബിമാ ഫഅൽന ഫഫഅലു മിസ്ലഹു. ഞങ്ങൾ ചെയ്യുന്ന പോലെ അവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നബിയെ. പിന്നെ ഇനിയൊന്നും പറയാല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. അത് അള്ളാഹുവിൻ്റെ ഫളലാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അതിലവസാനിച്ചു. കാരണം വലാ തതമന്നൂ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്, നിങ്ങളിൽ ചിലരേക്കാൾ മറ്റു ചിലർക്ക് അള്ളാഹു ചില ഫളൽ നൽകി, നിങ്ങളത് ആഗ്രഹിക്കേണ്ട. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വസ്അലുല്ലാഹ മിൻ ഫളലിഹി, അള്ളാഹുവിനോട് അവൻ്റെ ഫളലിനെ തൊട്ട് നിങ്ങൾ ചോദിച്ചോളൂ, റബ്ബിനോട് ചോദിച്ചോളൂ. ആരോടും അസൂയയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫത്ഹു മക്കയുടെ ദിവസം ഉസ്മാൻ ബിനു തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബാലയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് താക്കോൽ. കഅബയുടെ വാതിൽ തുറന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. അതേപോലെ തന്നെ നബിയുടെ കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. മൂന്നാളും കയറിയപ്പോൾ ഉസ്മാൻ ബിൻ തൽഹ റളിയല്ലാഹു അൻഹു വാതിൽ അടച്ചു. അവർ മൂന്നാളും കയറി. കുറച്ച് കഴിഞ്ഞിട്ടാണ്, അഥവാ പെട്ടെന്ന് വന്നില്ല, അല്പം കഴിഞ്ഞിട്ടാണ് അവർ പുറത്തിറങ്ങിയത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇബാദത്ത് നടന്നിട്ടുണ്ട്, എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഓടി വന്നു, വറഖീതു ദറജ,
അങ്ങനെ ഞാൻ അത് ദറജകളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വറഖീതു ദറജ, കഅബയുടെ ദറജ, അതിൻ്റെ കോണി ഞാൻ കയറി. എന്നിട്ട് ഫദഖൽതുൽ ബൈത, അതിലേക്ക് കയറി. കാരണം കുറച്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുറന്നു കൊടുത്തിട്ട് പിന്നെ അടച്ചു. പിന്നെ വീണ്ടും അദ്ദേഹം അത് തുറന്നു കൊടുത്തു. തുറന്നു കൊടുത്താൽ നമുക്കറിയാം, ഇന്നും ആ നിലക്ക് കഅബയുടെ വാതിലുകളോ അതല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൻ്റെ വാതിലുകളോ മസ്ജിദുൽ നബിയുടെ വാതിലുകളോ അതിൻ്റെ സമയമാകുമ്പോൾ തുറന്നു കൊടുക്കുമ്പോൾ ആളുകൾ കാണിക്കുന്ന ഒരു തിരക്കും ധൃതിയും, അതാണ് മുസാബഖത്ത്, അതാണ് മുസാറഅത്ത്. അപ്പോൾ അത് നമുക്കിന്നും കാണാം. അദ്ദേഹം പറയാണ്, ഞാൻ കഅബയിലേക്ക് കയറി. എൻ്റെ ആദ്യത്തെ ചോദ്യം ഫഖുൽതു ഐന സല്ലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എവിടുന്നാണ് നമസ്കരിച്ചത്? കാരണം നമസ്കരിക്കാൻ കയറിയതാണെന്ന് മനസ്സിലായി. കഅബാലയത്തിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു ഇബാദത്തുകൾ. അതുകൊണ്ട് എവിടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് എന്നറിയണം. അങ്ങനെ ഖാലു ഹാഹുൻ, അവിടെ വെച്ചാണ് നമസ്കരിച്ചത്. ആ കറക്റ്റ് സ്പോട്ടിൽ അദ്ദേഹം നമസ്കരിക്കുകയാണ്. തിരക്കൂട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വനസീതു അൻ അസ്അലഹും കം സല്ലാ, ഒരു കാര്യം ആ തിരക്കിൽ മറന്നുപോയി, എത്ര റക്അത്തായിരുന്നു നമസ്കരിച്ചത് എന്ന് ചോദിക്കാൻ വിട്ടുപോയി. പല റിവായത്തിലും 2 റക്അത്ത് എന്നാണ്, അല്ലാഹു അലം. പക്ഷെ നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ തിരക്ക്, റസൂൽ നിസ്കരിച്ചിടത്ത് നിന്ന് നിസ്കരിക്കണം, എത്രയാണ് നമസ്കരിച്ചതെന്ന് ചോദിക്കാൻ മാത്രം എന്നോട് വിട്ടുപോയി എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റാൻ, ആ ഫളായിലുകൾ നേടിയെടുക്കാൻ സഹാബികൾ കാണിച്ച ധൃതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, അസാബനിൽ ജഹുദു, എനിക്ക് വിശന്നിട്ട് വയ്യ, നല്ല വിശപ്പുണ്ട്. ഫഅർസല ഇലാ നിസാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെയും കാത്തു നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം തൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുകയാണ്. കാരണം വിശന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആരോടും ചോദിച്ചില്ല, നബിയുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. ശ്രദ്ധിക്കുക, എല്ലാ വീട്ടിൽ നിന്നും വെറും കയ്യോടെ മടങ്ങി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9ഓളം വരുന്ന ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിലും ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ല. വെറും കയ്യോടെ മടങ്ങി, ഒന്നുമില്ല. ആ സമയത്ത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അലാ റജുലുൻ യുദയ്യിഫു ഹാദിഹിൽ ലൈല യർഹമുഹുല്ലാഹ്. ശ്രദ്ധിക്കുക, ഈ വ്യക്തി എന്ന് സൽക്കരിക്കാൻ ആരുണ്ട്? ആ വ്യക്തിക്ക് യർഹമുഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടും. ഒറ്റ പ്രഖ്യാപന, അധികം താമസിച്ചില്ല. ഫഖാമ റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്നു. വീട്ടിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. അള്ളാഹു കാരുണ്യം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി വേറൊന്നും ചിന്തിക്കട്ടെ, ഒറ്റ എഴുന്നേൽക്കല. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അനയാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റെടുത്തോളാം നബിയെ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോയപ്പോഴോ ഫദഹബ ഇലാ അഹ്ലിഹി, അവിടെ പോയിട്ട് ചോദിച്ചു, എന്താണുള്ളത്? നോക്കുമ്പോൾ അവർക്കൊന്നുള്ള ഭക്ഷണം അവിടെ അല്ല, കുട്ടികൾക്കുള്ളൊരല്പം ഭക്ഷണം മാത്രമേ അവിടെ ഉള്ളൂ. പ്രസിദ്ധമാണ് സംഭവം. അപ്പോൾ ആ സഹാബി പറയാണ്, വിളക്കണയ്ക്കൂ, കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഉറക്കിക്കളയൂ. അവർക്ക് വിശക്കും, പക്ഷേ അവരെ ഉറക്കിക്കളയണം. എന്നിട്ട് വിളക്കണച്ചിട്ട് നമുക്ക് കഴിക്കുന്നത് പോലെ അഭിനയിക്കാം. വിരുന്നുകാരൻ വിചാരിക്കട്ടെ നമ്മൾ കഴിക്കുന്നുണ്ടെന്ന്. അവർ കഴിക്കുന്നില്ല, പിന്നെയോ അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കുകയാണ്. അങ്ങനെ ആ അതിഥിയെ അവർ സൽക്കരിച്ചു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം വേറൊന്നും ആലോചിച്ചില്ല. പക്ഷെ അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് പറയാണ്, പിറ്റേ ദിവസം അള്ളാഹുവിൻ്റെ റസൂലിന് ഇത് വഹിയായി അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നാണ്. ഇങ്ങനൊരു സംഭവമുണ്ട്. കാരണം സാധാരണ നിലക്കൊന്നും മനുഷ്യരിൽ നിന്നുണ്ടാവാത്ത പെരുമാറ്റമാണത്, അതുല്യമായ സ്വഭാവമാണത്. ഈമാൻ ഹൃദയത്തിലേക്ക്, ഇസ്ലാം ഹൃദയത്തിലേക്ക് അതിൻ്റേതായ ഗൗരവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അജീബ റബ്ബുന അസ്സ വജൽ, അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. മറ്റൊരു റിവായത്തിലുള്ളത് ഔ ലഹിക റബ്ബുന അസ്സ വജൽ, നമ്മുടെ റബ്ബ് ചിരിച്ചിരിക്കുന്നു. മിൻ ഫുലാനിൻ വ ഫുലാന, ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യത്തിൽ വല്ലാത്തൊരു കുടുംബം, അവരുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന സൂറത്തുൽ ഹശ്റിലെ ആയത്ത് അതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഒരായത്ത് തന്നെ അവതരിപ്പിക്കപ്പെട്ടു. ആ സഹാബിയെ അള്ളാഹു തൃപ്തിപ്പെട്ടു. കാരണം ഒരു ഹദീസിലുണ്ട്, അള്ളാഹു ഒരു സഹാബിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നോക്കി ചിരിച്ചാൽ ആ വ്യക്തി പിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല.
ആ വ്യക്തി പിന്നെ സ്വർഗത്തിലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞപ്പോഴേക്ക് ചാടി വീണതാണ്. വീട്ടിലെന്താണ് എന്നുള്ളത് പോലും നോക്കിയിട്ടില്ല. അതിൻ്റെ ഫലം എന്താണ്? വമ്പിച്ച ഒരു നേട്ടമല്ലേ പരലോകത്തുണ്ടായിട്ടുള്ളത്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ വിചാരണ പോലുമില്ല, ചോദ്യം പോലുമില്ല, ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. ആ 70,000-ൽ മറ്റൊരു ഹദീസിൻ്റെ റിവായത്ത് പ്രകാരം ഓരോ 1000-ൻ്റെ കൂടെയും മറ്റൊരു 70,000 ഉണ്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ സഹാബികൾ ഇങ്ങനെ ചർച്ച ചെയ്യാണ്, ആരാണ് ഈ 70,000 ആളുകൾ? മുസ്ലിമീങ്ങളായി ജനിച്ചവരാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളാണ് എന്നൊക്കെ അവരിങ്ങനെ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, അത് അള്ളാഹുവിൽ തവക്കലാക്കുന്ന, ചൂട് വെച്ചുകൊണ്ടൊരു തരം പ്രത്യേക ചികിത്സ ചെയ്യാത്ത, മന്ത്രിക്കാൻ മറ്റൊരാളോട് ആവശ്യപ്പെടാത്ത, വലാ യസ്തർഖുൻ, മന്ത്രിക്കാത്തവർ എന്നല്ല, മന്ത്രിക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടാതെ സ്വയം തന്നെ മന്ത്രിക്കുന്ന ആളുകൾ, വലാ യതതയ്യറൂൻ, ശകുനം നോക്കാത്തവർ. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഫഖാമ ഇലൈഹി ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നബീൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവണം. കാമ ഇലൈഹി, ഇവിടെ കാമ എന്നല്ല പറഞ്ഞത്, കാമ ഇലൈഹി എന്ന നബീൻ്റെ അടുത്തേക്ക് ഒരൊറ്റ കുതിക്കലാണ് ഇദ്ദേഹം. എന്നിട്ട് എന്താ പറയുന്നത്? ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ 70,000-ൽ എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങളൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. എത്ര പെട്ടെന്നാണ് അത് മനസ്സിലേക്ക് പതിഞ്ഞത്. നബീൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് പറയാണ്, നബിയെ നിങ്ങളൊന്ന് ദുആ ചെയ്യണം, ഈ 70,000-ൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്താൻ. കാരണം വിചാരണ അല്ലാതെ സ്വർഗത്തിലേക്ക് എന്ന് പറയുമ്പോൾ ടെൻഷൻ ഫ്രീ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൻത മിൻഹും, താങ്കൾ അവരിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് വഹിയില്ലാതെ പറയൂല, വഹിയിലൂടെ സ്ഥിരപ്പെട്ടു. ആ തിരക്കായിരുന്നു അതിന് കാരണം എന്നാണ്, ആ ധൃതിയായിരുന്നു ആ കാരണം. അവരിൽ ഉൾപ്പെടുത്തപ്പെട്ടു. പിന്നീട് മറ്റൊരാൾ എഴുന്നേറ്റ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖ കബിഹ ഉക്കാശ, ഉക്കാശ മുൻകടന്നു. അത് ഉക്കാശക്ക് പോയി. രണ്ടാമത്തെ ആളും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സബഖ കബിഹ ഉക്കാശ, അത് ഉക്കാശ റളിയല്ലാഹു തആല അൻ കൊണ്ടുപോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ നതസദ്ദഖ് ഫവാഫഖ ദാലിക മാലൻ ഇൻദി ഫഖുൽതു അൽ-യൗമ അസ്ബിഖു അബാ ബക്കറിൻ ഇൻ സബഖ്തുഹു യൗമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ചെയ്യാൻ പറഞ്ഞു. ഈ പറഞ്ഞ സന്ദർഭത്തിൽ എൻ്റെ വീട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കയ്യിൽ വന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ചെയ്യാൻ പറയുന്നത്. അപ്പം നല്ലൊരവസരമാണ്. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ പറയാണ്, കാരണം ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സ്വഹാബികൾക്കൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ പറയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ സമ്പത്തുണ്ട്, റസൂൽ കറക്റ്റ് ടൈമിലാണ് പറഞ്ഞത്, എന്തായാലും ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിലൊന്നും ഈ പൈസ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ കുറച്ച് കാലമായി വിചാരിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല, അഥവാ തോൽപ്പിക്കുകയാണെങ്കിൽ അത് ഇന്നായിരിക്കും, കാരണം അത്രയും സ്വത്തുണ്ട്, അത്രയും മാലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അസ്ബിഖു അബാബക്കറിൻ ഇൻ സബഖ്തുഹു യൗമൻ, എന്നെങ്കിലും ഞാൻ അദ്ദേഹത്തെ മറികടക്കുകയാണെങ്കിൽ അതിന്നാണ്. ഫജിഅ്തു ബിനിസ്ഫി മാലി, എൻ്റെ സമ്പത്തിൻ്റെ പകുതി വീട്ടിൽ വെച്ചിട്ട് പകുതിയും ഞാൻ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ഉണ്ടെങ്കിൽ 1 ലക്ഷം തന്നെ എടുത്തു, 1 ലക്ഷം തന്നെ എടുത്തു സദഖ. ഇതിനെ മറികടക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിയില്ല എന്ന വിചാരം. അള്ളാഹുവിൻ്റെ റസൂൽ അതൊക്കെ അറിയാം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില കാര്യങ്ങളൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മഹത്വം അവിടെ തെളിയേണ്ടതുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലാവേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്താൽ മതി? ആ കൊണ്ടുവന്നത് അവിടെ വാങ്ങി വെക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് അതും വാങ്ങി വെക്കുന്നു. ഇതല്ലാതെ എങ്ങനെ ഒരു ചോദ്യം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയാണ്, മാ ബഖൈത ലി അഹ്ലിക്, കുടുംബത്തിന് വേണ്ടി വല്ലതും വെച്ചിട്ടുണ്ടോ? കാരണം ഒരുപാട് സ്വത്തുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഖുൽതു മിസ്ലഹു, ഇത്ര തന്നെ വീട്ടിലുണ്ട്, പകുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. വഅതാ അബൂബക്കറിൻ ബികുല്ലി മാ ഇൻദഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പക്ഷേ പകുതിയായിട്ടല്ല വന്നത്, മുഴുവൻ എടുത്താണ് വന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ അബ്ഖൈത ലി അഹ്ലിക്, കുടുംബത്തിന് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? എന്താ മറുപടി? അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കിയാക്കി, വേറെ 1/2 ദിർഹം പോലും വീട്ടിലില്ല. വല്ലാത്തൊരു മത്സരമാണ്. കാരണം അള്ളാഹു റസൂലല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു മത്സരമാണ്. ഖുൽതു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദാ, ഇനി ഒരു കാലത്തും താങ്കളോട് മത്സരിക്കാൻ ഞാനില്ല.
തോറ്റുപോയി. ഒരു കാലത്തും നിങ്ങളോട് മത്സരിക്കാൻ ഞാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിച്ചു, ഇന്ന് ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്. നബിയുടെ ചോദ്യം, ഇന്ന് ആരാണ് നോമ്പ് നോറ്റത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നോമ്പുകാരനാണ് നബിയെ. അടുത്ത ചോദ്യം, ഇന്ന് ആരെങ്കിലും ഒരു മയ്യത്തിൻ്റെ ജനാസയുടെ പിന്നാലെ പോയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പോയിട്ടുണ്ട് നബിയെ. നബിയുടെ അടുത്ത ചോദ്യം, ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഇത് നാലും ഒരാളിലൊത്താൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സുദീർഘമായ വിഷയമാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞ ഒരു വാചകം ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. വേദഗ്രന്ഥം നമ്മുടെ അടിമകളിൽ ചിലർക്ക് നാം അനന്തരമായി നൽകും. ഏതുപോലെ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആൻ ലഭിച്ചതുപോലെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികളിൽ 3 തരക്കാരുണ്ടാവുന്നതാണ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് ദുൽമ കാണിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പല വാജിബുകൾ ഉപേക്ഷിക്കും, പല ഹറാമും ചെയ്യും. പക്ഷെ അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്, അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. രണ്ടാമത്തത് വമിൻഹും മുഖ്തസിദുൻ, അവരിൽ മധ്യമ നിലപാടുകാരുണ്ട്. അഥവാ വാജിബൊക്കെ ചെയ്യും, പക്ഷേ സുന്നത്തുകളൊന്നും അധികം ചെയ്യൂല. അതേപോലെ തന്നെ ചില കറാഹത്തുകളൊക്കെ ജീവിതത്തിൽ വരും, പക്ഷേ ഹറാമ് ചെയ്യൂല. അതിനാണ് മുഖ്തസിദ് എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ നിങ്ങൾ, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നന്മയിൽ മുന്നേറുന്ന ചില ആളുകളുണ്ട്. വാജിബുകൾക്ക് പുറമെ ഒരുപാട് മുസ്തഹബാത്തുകൾ, ഹറാമു മാത്രമല്ല കറാഹത്തും അവർ ഉപേക്ഷിക്കും. അതിനാണ് സാബിഖും ബിൽ ഖൈറാത്ത്. അത് പറഞ്ഞപ്പോൾ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ബിഇദ്നില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ വമ്പിച്ച തൗഫീഖാണ്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അത് വമ്പിച്ച ഔദാര്യവുമാണ്. പിന്നീട് അവർക്ക് ലഭിക്കുന്ന സ്വർഗീയ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സൂറത്തു ഫാത്തിറിലെ 32, 33, 34, 35 വചനങ്ങൾ ഒന്ന് പോയി പരിശോധിച്ച് നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയിൽ മുസാബഖത്ത് നടത്തുക ഞാനും നിങ്ങളും. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരവസരം അള്ളാഹു തന്നിട്ട് അതിലേക്ക് ധൃതി വെക്കാത്തവർ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ ഭയപ്പെടട്ടെ, അവർക്കും ആ നന്മക്കുമിടയിൽ അള്ളാഹു മുദ്ര വെച്ച് കളയും. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി ഓതി, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഈമാനുള്ളവരെ, അള്ളാഹുവും റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് പെട്ടെന്ന് ആൻസർ ചെയ്യണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അള്ളാഹു ഒരു വ്യക്തിക്കും അയാളുടെ ഹൃദയത്തിനുമിടയിൽ മറയിട്ട് കളയുന്നതിന് നിങ്ങൾ ഭയപ്പെടണം. അദ്ദേഹം പറയണം, ആ പറഞ്ഞത് ഒരു അവസരം കിട്ടി, പക്ഷേ അതിന് ധൃതി വെക്കുന്നേയല്ല, തിരക്ക് കൂട്ടുന്നില്ല നന്മ ചെയ്യാൻ, എങ്കിൽ പിന്നീട് അതിനുള്ള തൗഫീഖ് തടയപ്പെടും. അതാണ് അതിൻ്റെ ഉഖൂബത്ത്. അതുകൊണ്ട് അവസരങ്ങൾ പാഴാക്കരുത്. സദക്ക ചെയ്യാൻ ഒരവസരം മുന്നിൽ വന്നു, ഒരുപാട് ആലോചിക്കാൻ നിൽക്കരുത്. കാരണം മുൻകടക്കുന്നവർ മുൻകടന്നാൽ പിന്നെ അവസരം ഉണ്ടാവില്ല. സദക്ക ചെയ്യുക, സക്കാത്തിൻ്റെ സമയമായ സക്കാത്ത് ചെയ്യുക, സക്കാത്ത് നൽകുക. ഉംറയ്ക്കൊരവസരം കിട്ടി, കുറേ കൊല്ലം കഴിയട്ടെ എന്ന് വിചാരിക്കല്ല. ഉംറ ചെയ്യാനൊരവസരം കിട്ടിയോ അപ്പോൾ ചെയ്യണം, പിന്നെ ആ ഉംറ ചെയ്യാനൊരവസരം കിട്ടിയെന്ന് വരില്ല. ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടി, ഉടനെ ഹജ്ജ് ചെയ്യണം, പിന്നീട് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ ഏതെല്ലാം നന്മകളുണ്ടോ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ അള്ളാഹു കൊണ്ടുവന്ന് തരികയാണെന്നതിന് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് മുന്നിലേക്ക് കൊണ്ടുവന്ന് തരികയാണ്. ഒരാളൊരു പിരിവിന് വരുന്നത് പോലും റബ്ബിൻ്റെ ഖദർ അനുസരിച്ചാണ്. ആ വ്യക്തിയുടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് റഹ്മാനായ റബ്ബാണ്. നമ്മൾ ആ നന്മയിൽ സഹകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് റഹ്മാനായ റബ്ബ് വീക്ഷിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു നിരീക്ഷണ സ്ഥാനത്തിരുന്ന് നോക്കുന്നുണ്ട്. അതുകൊണ്ട് അവസരങ്ങൾ പാഴാക്കാതെ നന്മയിൽ മുന്നേറുക. അതിനുള്ള വമ്പിച്ചതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.